ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സ്കൂളിൽ ലേണിംഗ് യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രദേശം ടീച്ചറാണേ. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ ഒരു കുട്ടി ടോപ്പിക് ആട്ടോ. നമ്മൾ ഏത് ചാപ്റ്റർ ഈ ഒരു ഭാഗം എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. അതിൽ നിന്ന് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലേ. അപ്പം അതാണ് നമ്മളിന്ന് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഒരു വണ്ടർ ആയിരിക്കും അല്ലേ, അതായത് എങ്ങനെയാണ് നമ്മുടെ ഡെമോക്രസി എല്ലാവായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ സ്റ്റിൽ നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ട് നിൽക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പം അതിന് ഉത്തരം എന്താണ്? യെസ്, ഫ്രീയും ഫെയർ ആയിട്ടുള്ള എലക്ഷൻ ആണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഫെയർ ആയിട്ടുള്ള ഒരു എലക്ഷൻ അവിടെ നടക്കണമെങ്കിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണമല്ലോ അല്ലേ. യെസ്. അപ്പം നമുക്കുള്ള ആ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയുടെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത്. സോ നമ്മൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഇലക്ഷൻ കമ്മീഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഡെമോക്രസിയിൽ ഈ ഇലക്ഷന്റെ ആവശ്യകത എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാവേ. ഒരു ഡെമോക്രസിയിൽ അവിടുത്തെ ശരിക്കുമുള്ള റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മനുഷ്യരാണ്, അതായത് നമ്മൾ തന്നെയാണ് അല്ലേ. ഒരു ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് അവിടുത്തെ സിറ്റിസൺസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, എലക്ഷൻ എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഹാർട്ടാണെന്ന് പറയാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരെയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിസിഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. അതായത് ഇപ്പം ഒരു സിറ്റിസണിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കൺട്രി നോക്കുമ്പോൾ അവിടെ ഒരു ലക്ഷം ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. ആ 1 ലക്ഷം ആൾക്കാരുടെ തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ലീഡറിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതാണ് ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ്. പീപ്പിൾ ചൂസ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ എലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ ഒരു സംഭവം തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കാര്യമായിട്ട് പറയാൻ പറ്റും അല്ലേ. എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത്? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുക അല്ലേ. എന്തിനാണ്? നമ്മുടെ കാര്യങ്ങൾ ടീച്ചേഴ്സിനെ അറിയിക്കാനായിട്ട് ഒരു ആളെന്ന രീതിക്ക്. അതേ രീതി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഒരാള്. അതാണ് നമ്മുടെ ഈ ഇലക്ഷന് നിൽക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എവിടെ പങ്ക് വഹിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലീഡറിനെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി തരുന്നു അല്ലേ. ഇപ്പം ഒരു രാജ്യത്ത് നമ്മൾ ഇലക്ഷൻ ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു പേര് മാത്രമായിപ്പോ അല്ലേ. അപ്പം എലക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പീപ്പിൾസ് ഹാൻഡിൽ, അതായത് നമ്മുടെ കയ്യിലും ഒരു പവർ വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഫെയർ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിസിഷൻ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടുള്ള നമ്മുടെ ലീഡറുമായിട്ട് ഒരാൾ കടന്നു വരിക അല്ലെ. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് മറ്റാരുടെ സ്വാധീനം ഇതിൽ ചെലുത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് പവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മുടെ ഇന്ത്യയിൽ പറയുന്ന പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് എത്തി, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതായത് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പം ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് ECI എന്ന് വിളിക്കാനായിട്ട് സാധിക്കുവേ. ECI, E ഫോർ ഇലക്ഷൻ, C ഫോർ കമ്മീഷൻ ആൻഡ് I ഫോർ ഇന്ത്യ. ഈ ഒരു രീതിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ECI നമുക്ക് ഷോർട്ടായിട്ട് വിളിക്കാൻ പറ്റും.
അപ്പോൾ ഇനി നമുക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഒരു പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയത്, അല്ലെങ്കിൽ എന്ന് തൊട്ടാണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടാലോ. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതായത് തുടങ്ങിയിരിക്കുന്നത് 25 ജാനുവരി 1950-ലാണ്. 1950 ജാനുവരി 25-നാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു അതോറിറ്റി വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 324, ആർട്ടിക്കിൾ 324-ലാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഇത് ന്യൂഡൽഹിയിലാണ്. ഇപ്പൊ നമുക്ക് ന്യൂഡൽഹി എന്നുള്ള സ്ഥലം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്നുള്ള കാര്യം അല്ലേ. അപ്പം അത് ഓർമ്മയും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി എന്ന് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. യെസ്. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും നമ്മുടെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനും പവറിൽ ഇന്റർഫിയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് പാർഷ്യാലിറ്റി ഇവിടെ നടക്കത്തില്ല. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആയിരിക്കും. വാട്ട് എവർ ബി ദ കൺട്രി ചെറുതാണോ വലുതാണോ, അല്ലെങ്കിൽ ഇലക്ഷൻ ചെറുതാണോ വലുതാണോ എന്നൊന്നുമില്ല. എല്ലാം നടക്കുന്നത് ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും അതുപോലെ പാർഷ്യാലിറ്റി ഇല്ലാതെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കമ്മീഷൻ പവർഫുൾ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതുപോലെ പവർഫുൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഇനി എന്താണ് നമ്മുടെ ഈ ഒരു പവർഫുൾ കമ്മീഷൻ ആരാണ് റൺ ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇതിൽ മെയിൻ പങ്ക് വഹിക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കിയാലോ. അടുത്തതെന്ന് പറഞ്ഞാല് കോമ്പോസിഷൻ ആൻഡ് ടെന്യൂർ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരൊക്കെയാണ് നമ്മുടെ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു കമ്മീഷനിൽ ഉള്ളത് എന്ന്. പിന്നെ ടെന്യൂർ, എത്ര നാളത്തേക്കാണ് ഒരാൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് 1 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ട്, അതുപോലെ ഒരു 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. അപ്പം ഈ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നമുക്ക് CEC എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റുമേ. CEC എന്നുള്ള പേരിൽ നമുക്ക് ഷോർട്ടായിട്ട് വിളിക്കാനായിട്ട് സാധിക്കും. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അതായത് ഇപ്പം ഇവരുടെ ടെന്യൂർ കഴിയുന്ന സമയം എപ്പോഴാണോ ആ സമയത്ത് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണോ അവരായിരിക്കും ഇവരെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് ടെന്യൂർ നോക്കില്ല, അതായത് കാലാവധി, എത്ര ടൈം പീരീഡ് ആണ് ഇവർക്ക് ഈ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വർഷമാണ് മിനിമം ഇരിക്കാൻ പറ്റുന്നത്. പക്ഷെ അതിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. എന്താണ്? ഇപ്പം 2 വർഷമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ പെട്ടെന്ന് 65 വയസ്സ് കഴിഞ്ഞു ആയി. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഈ റിട്ടയറിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലാണ് അവർക്ക് പിന്നെ ആ ഒരു പൊസിഷനിലും ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എന്ന് വെച്ച് ഇപ്പം എന്താ പറയാ, 59 വയസ്സാകുമ്പരെ കയറി ഇരുന്നിട്ട് 65-ാമത്തെ വയസ്സിൽ ഇറങ്ങണം എന്ന രീതിക്കല്ല ഉദ്ദേശിക്കുന്നത്. ഇവർ ആ ഒരു ഫോർമാലിറ്റീസ് എല്ലാം കഴിയുമ്പോഴത്തേനും കിട്ടുമ്പോഴത്തേനും ചിലപ്പം ലേറ്റ് ആകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 6 വർഷം ആയിരിക്കാം, അല്ലെങ്കിൽ 65 വയസ്സ് വരെ ആയിരിക്കാം. ഇനി നമുക്ക് നമ്മുടെ നിലവിലത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആരൊക്കെയാന്ന് നോക്കിയാലോ. നമ്മുടെ ഇപ്പത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഗ്യാനേഷ് കുമാറാണ്. ഇദ്ദേഹം അപ്പോയിന്റ് ആയിരിക്കുന്നത് 19 ഫെബ്രുവരി 2025-ലാണ്. അതായത് ഈ വർഷം ഫെബ്രുവരി 19-നാണ് ഗ്യാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ആയിരിക്കുന്നത്. ഇദ്ദേഹം 26-ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ്. 26th CEC ഓഫ് ഇന്ത്യയാണ്. ഇനി നമുക്ക് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അവരുടെ കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാവേ. അപ്പം സുഖ്ബീർ സിംഗ് സന്ധു, ഇദ്ദേഹം അപ്പോയിന്റ് ആയത്
എന്നാണ് 14 March 2024. ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന സാറ് ഈ വർഷം അപ്പോയിന്റ് ചെയ്ത ആളാണെങ്കിലും സുഖ്ബീർ സാറോ കഴിഞ്ഞ വർഷം മാർച്ചിൽ അപ്പോയിന്റ് ചെയ്ത ആളാണ്. ഇനി വിവേക് ജോഷി എന്ന് പറയുന്ന ഒരു സാറും കൂടെ ഉണ്ട്. അദ്ദേഹം എന്നാണ് വന്നിരിക്കുന്നത്? അദ്ദേഹം 19 February 2025 അതായത് നമ്മുടെ ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ ഒരു ഇലക്ഷൻ കമ്മീഷണറും അപ്പോയിന്റ് ആയിരിക്കുന്നത് 19 February 2025 വേറൊരാൾ കഴിഞ്ഞ വർഷം തൊട്ടേ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സുഖ്ബീർ സിംഗ് കഴിഞ്ഞ വർഷം തൊട്ടേ ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒരു കറണ്ട് അഫയേഴ്സ് എന്ന രീതിക്ക് തന്നേ ഉള്ളൂ. നമുക്ക് ഇതും കൂടെ ഒക്കെ ഒന്ന് ആഡ് ഓൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസർ കീ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നല്ല ഇതായിട്ട് മാറുവേ. അപ്പൊ ഈ പേരൊക്കെ ഓർത്തിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. അപ്പം ഇനി നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റുമല്ലേ? ഇപ്പൊ നമുക്കൊരു 3 ഒഫീഷ്യൽസ് ഇവിടെ ഉണ്ട്. അപ്പം ഈ ഒരു 3 ഒഫീഷ്യൽസ് ആണ് നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി ഇന്ത്യ ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഈ 3 ഒഫീഷ്യൽസിന്റെയും കടമയാണ്. നമുക്കും ഒരു പങ്ക് അതിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ ഒഫീഷ്യൽ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ഇത് കൂടുമെന്ന്, നമ്മുടെ കൺട്രി എപ്പോഴും മുന്നിൽ നിൽക്കാനായിട്ട്. അതായത് എങ്ങനെയാണ് അത് വരുന്നത്? എലക്ഷൻ സ്മൂത്ത് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടും ഒക്കെ നമ്മൾ നടത്തുവാണെങ്കിൽ അല്ലേ? ഇനി നമുക്ക് ഈ എലക്ഷനൊക്കെ നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു വലിയ കൺട്രിയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നോക്കിയാലോ? യെസ്, നമുക്കത് കണ്ടുപിടിക്കാം അല്ലേ? അതാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീച്ചിൽ നമ്മൾ പറയുന്ന കാര്യം. അതായത് നമ്മൾ ഈ ഒരു എലക്ഷൻ നമ്മൾ ഇന്ത്യ മൊത്തം നമ്മൾ നടത്തുമ്പോഴത്തേനും അതൊരു മാസീവ് ആയിട്ടുള്ള ടാസ്ക്, ഭയങ്കര വലിയൊരു ടാസ്ക് ആണ്. അപ്പം എത്ര ആൾക്കാർ ചേർന്ന് എത്ര ലക്ഷങ്ങൾ അല്ലെങ്കിൽ എത്ര കോടികളോളം ആൾക്കാർ അല്ലെങ്കിൽ വോട്ടേഴ്സ് കോർഡിനേറ്റ് ചെയ്താലാണ് ഈ ഒരു മാസീവ് ടാസ്ക് നല്ല രീതിയിൽ നടക്കുന്നത് അല്ലേ? അപ്പം ഈ ഒരു എലക്ഷൻ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഓരോ സ്റ്റേറ്റിലും വർക്ക് ചെയ്യുന്നത് ചീഫ് ഇലക്ടോറൽ ഓഫീസേഴ്സ് വരെയാണ്. അങ്ങനെ അതായത് ഇപ്പം എലക്ഷൻ നാഷണൽ ലെവൽ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ലെവൽ ആയിക്കോട്ടെ, ലോക്കൽ ലെവൽ ആയിക്കോട്ടെ, വാട്ട് എവർ ബി, ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റിലെയും ചീഫ് ഇലക്ടോറൽ ഓഫീസറാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എലക്ഷൻ ഓവർസീസ് ആവുന്നത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി ഏറ്റവും താഴെയുള്ള ലോക്കൽ ബോഡീസ്, അതായത് അപ്പർ ബോഡി തൊട്ട് ലോവർ ബോഡി വരെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പ്രസിഡന്റ്, പിന്നെ ആരാണ് വരുന്നത്? വൈസ് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭയുടെ പിന്നെ ഇൻഡയറക്ട്ലി അത് നമുക്കറിയാലോ. ലോക്സഭയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ ആണ് അല്ലെ? പീപ്പിൾ ഡയറക്റ്റ് എലക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. രാജ്യസഭ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ ലോക്കൽ ബോഡീസ് ഒക്കെ ഇതിൽ വരും. അപ്പം നമ്മൾ ലോക്കൽ ലെവലിൽ ചിന്തിക്കുവാണെങ്കിൽ ഇലക്ഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആരാ? നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് അല്ലെ? അതായത് SEC ആണ് ഇത് നോക്കുന്നത്. പക്ഷേ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിലാണ് ലോക്കൽ ബോഡി പോകുന്നത് എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു ഗൈഡൻസ് കിട്ടുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പം ഈ ചെറിയൊരു പഞ്ചായത്ത് തൊട്ട് നാഷണൽ ലെവലിലുള്ള പാർലമെന്റ് വരെയുള്ള സ്ഥലം, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ എലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പം എന്താ പറയാ, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഒരു ചെറിയൊരു പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യ വരെയുള്ള അല്ലെങ്കിൽ നേഷൻ വൈഡ് ആയിട്ട് നമുക്ക് നാഷണൽ പാർലമെന്റ് വരെ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു എലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ മൊത്തം എത്തും അല്ലെ? അതായത് ഇറ്റ് എൻഷുവേഴ്സ് ദി ഡെമോക്രസി റീച്ചസ് ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയ്ക്കും എലക്ഷൻ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തുകയാണ് കമ്മീഷൻ ചെയ്യുന്നത്.
ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിപെൻഡന്റ് ബോഡി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണോ, ട്രസ്റ്റ് വർത്തി ആണോ, വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരെണ്ണമാണോ എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഇലക്ഷൻ കമ്മീഷന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് എന്ന ഒരു കാര്യം. അപ്പം ഈ നമ്മുടെ CEC, അതായത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ റിമൂവ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു ഇംപീച്ച്മെന്റ് പ്രോസസ്, പാർലമെന്റ് വരെയുള്ള ഒരു ഇംപീച്ച്മെന്റ് പ്രോസസ്സിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സിമിലർ ടു ദി പ്രോസസ് ഡൺ ഇൻ സുപ്രീം കോർട്ട് ജഡ്ജ്. സുപ്രീം കോർട്ട് ജഡ്ജിനും ഈ സെയിം രീതിയിലുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധ്യത എന്ന് പറഞ്ഞാലും ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ ഒരു പൊളിറ്റിക്കൽ പ്രഷറോ ഒന്നും ഈ ഒരു തീരുമാനത്തിൽ കാണത്തില്ല. എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ചീഫ് ഇലക്ടോറൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അദ്ദേഹമാണ് നമ്മൾ ഈ ഇലക്ഷന്റെ സമയത്തും അതുപോലെ നമ്മൾ നല്ല ഡിസിപ്ലിനോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ ന്യൂട്രൽ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടോ, അതൊക്കെ നോക്കുന്നത് ഈ ഒരു ചീഫ് ഇലക്ടോറൽ ഓഫീസറാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സേഫ് ഗാർഡ്സ് ഒക്കെ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിയറും കൂടാതെ തന്നെ കമ്മീഷൻ, ഈ ഇലക്ഷൻ കമ്മീഷൻ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ടെന്നും അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നതിൽ നല്ല ഒരു സത്യസന്ധമായിട്ട് അവർക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിശ്വാസത്തോടെ അവർക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പം ഇനി നമുക്ക് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ EIC ആക്ച്വലി ഒരു ഇലക്ഷന്റെ സമയത്ത് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ, അത് എന്തൊക്കെയാണുള്ളത്. അപ്പം ഈ വാട്ട് എക്സാക്ട്ലി ഡസ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡു ഡ്യൂറിങ് ആൻ ഇലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നല്ലേ. അപ്പൊ നമുക്കിനി ഫങ്ഷൻസ് എന്തൊക്കെയാണ് കാണാം. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒത്തിരിയധികം സെവറൽ ക്രൂഷ്യൽ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം തുടങ്ങുന്ന എവിടെ നിന്നാണ്? ഇറ്റ് പ്രിപ്പയർസ് ആൻഡ് അപ്ഡേറ്റ്സ് ഇലക്ടോറൽ റോൾസ്, അതായത് നമ്മുടെ വോട്ട് ചെയ്യേണ്ട ആൾക്കാരുടെ ഈ ഒരു റോള് സംഘടിപ്പിക്കുക. അതായത് ഒരു രജിസ്ട്രാർ പോലെ ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കറക്റ്റ് ആണോ, അതുപോലെ 18 വയസ്സ് കഴിഞ്ഞ ആർക്കെങ്കിലും ഇനി വോട്ടേഴ്സ് ഐഡി കിട്ടാനുണ്ടോ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കലൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് വോട്ടേഴ്സ് ഐഡി ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുന്നു. പിന്നെന്താണ് വരുന്നത്? പോൾ ഡേറ്റ് അനൗൺസ് ചെയ്യും. പിന്നെ നോമിനേഷൻസ് വരുന്നതൊക്കെ റിസീവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യും. പിന്നെ സ്ക്രൂട്ടനി എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യും കേട്ടോ. അതായത് നമുക്കിപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ അസറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കണമെന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവര് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ശരിയാണോ, അസറ്റിന്റെ മാത്രമല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരാം, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എന്തുമാത്രം വരുമാനമുണ്ട്, ഇൻകം, ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ വരാം. പിന്നെ വരാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നോക്കിയ ശേഷം ഫൈനൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതായത് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾസ് കണ്ടക്ട് ചെയ്യും, വോട്ട് കൗണ്ട് ചെയ്യും, അതായത് വോട്ട് എണ്ണും, റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. അതുപോലെ തന്നെ ഇതിനിടയ്ക്കൊക്കെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇവര് റിസോൾവ് ചെയ്യാനായിട്ടും ആ ഒരു വഴക്ക് ശക്തമായ വഴക്കാവുന്നതിന് മുന്നേ അത് കോംപ്രമൈസ് ടോക്ക് ചെയ്ത് അത് മാറ്റാനായിട്ടും ഇവര് ശ്രമിക്കും. അതായത് ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലുള്ള നമ്മുടെ കമ്മീഷണേഴ്സ് നോക്കും. അടുത്ത പിന്നെ എന്താ വരുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമ്മുടെ ECI റെക്കഗ്നൈസ് ചെയ്യും. അതുപോലെ തന്നെ ഇലക്ഷൻ സിമ്പിൾസ് അലോട്ട് ചെയ്യും. അതുപോലെ ഒരു ഒരു കോഡ് ഓഫ് കോണ്ടക്ട് എൻഫോഴ്സ് ചെയ്യും. അതുപോലെ തന്നെ ഇലക്ഷൻ പ്രോസസ് ഒക്കെ അല്ലെങ്കിൽ ഇലക്ഷൻ എക്സ്പെൻസസ് ഒക്കെ ഓഡിറ്റ് ചെയ്യും. എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിന്റെ തുടക്കം തൊട്ട് രജിസ്ട്രേഷൻ തൊട്ട് ഏറ്റവും അവസാനത്തെ ഫൈനൽ റിസൾട്ട് വരെ നമ്മുടെ ECI ആണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ വോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയുടെ കാര്യങ്ങൾ സംസാരിച്ചാലോ?
പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബാലറ്റ്, അതായത് നമ്മളൊരു പേപ്പറിൽ എഴുതും, നമ്മൾ അതൊരു ബോക്സിൽ കൊണ്ടിടും, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? അല്ല. ടെക്നോളജി ഒക്കെ ഒത്തിരി അപ്ഡേറ്റഡ് ആയി. അപ്പം എലക്ഷന് വേണ്ടിയിട്ടും ഒരു ടെക്നോളജി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്താന്ന് നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമുക്ക് പണ്ട് കാലത്ത് പേപ്പർ ബാലറ്റ്സ് ആയിരുന്നു കൂടുതലെന്ന്, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ്, നമ്മൾ പേപ്പറിൽ എഴുതി നമ്മൾ ബാലറ്റ് ഒരു ടേബിൾ പോലത്തെ ഒരു കുട്ടി സാധനമുണ്ട്. ഇടയ്ക്ക് ഒരു നമ്മൾ നേർച്ചപ്പെട്ടി ഒക്കെ പറയത്തില്ലേ, ഈ ഇടയ്ക്ക് ഒരു വിടവുണ്ട്, അല്ലെങ്കിൽ മറ്റേ പിഗി ബാഗ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ടേബിൾ ഒരു ബോക്സ് പോലത്തെ ഒരു സാധനമാണ്, ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ. നമ്മൾ അതിലേക്ക് ഈ ഒരു എഴുതിയിട്ട് ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ പേര് എഴുതിയിട്ട് നമ്മളത് ഈ ബാലറ്റ് ആ ഒരു പെട്ടിയിലേക്ക് നമ്മളിടും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്താ സംഭവിക്കുന്നത്, ഈ റിസൾട്ട് നോക്കാൻ നേരത്ത് ഓരോന്നോരോന്ന് എടുത്ത് പെറുക്കി 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 എന്തുമാത്രം സമയം പോകല്ലേ. പിന്നെ അതിൽ വേണമെങ്കിൽ മാൽ പ്രാക്ടീസും ഒക്കെ നടക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ് ഇങ്ങനെ സ്ലോ ആയതുകൊണ്ട് ഇതിനെ ഫാസ്റ്റ് ആക്കാനും അതുപോലെ ആക്യുറേറ്റ് ആക്കാനും ഒക്കെ ആയിട്ട് ആണ് ഈ ഒരു EVM അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഈ വോട്ടിംഗ് മെഷീൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1982 ആണ്. പറവൂരിലെ ബൈ ഇലക്ഷൻ, അതായത് കേരളം ജില്ലയിലെ പറവൂരിലെ ബൈ ഇലക്ഷനിലാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കേരളത്തിൽ. പ്രധാനമായിട്ടും ഈ EVMന് രണ്ട് പാർട്സ് അല്ലെങ്കിൽ രണ്ട് യൂണിറ്റ്സ് ആണുള്ളത്. അതിലൊന്ന് കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് പോളിംഗ് ഓഫീസേഴ്സ് ആണ്. ബാലറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാലോ അത് യൂസ് ചെയ്യുന്നത് വോട്ടേഴ്സ് ആണ്. അപ്പൊ അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാവേ. അതായത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ്ഡ് ബൈ, പിന്നെ നമുക്ക് നമ്മുടെ ബാലറ്റ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ആരാണ്? വോട്ടേഴ്സ് ആണ്. യൂസ്ഡ് ബൈ വോട്ടേഴ്സ്. അപ്പം ഈ ഒരു കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് അത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ബാലറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള ഒരു അവസരവും. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലേ 1982, അതായത് 1982 കേരളത്തിൽ മാത്രമാണ് ഈ ഒരു വോട്ടിംഗ് മെഷീൻ തുടങ്ങിയത്. പക്ഷേ നേഷൻ വൈഡ് അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ ഒരു പ്രാധാന്യം ഈ ഒരു EVMന് കിട്ടി തുടങ്ങിയത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2004 അതായത് നമ്മുടെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു എഫിഷ്യൻറ്റ് വോട്ടിങ്ങിന് നമ്മുടെ ഇന്ത്യ ഒരു പ്രൗഡായിട്ടുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു 1982 നിന്ന് 2004 വരെ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു ഇത് നമുക്ക് അതിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും. ബട്ട് വാട്ട് ഇഫ് എ വോട്ടർ വാണ്ട്സ് ടു ഡബിൾ ചെക്ക് ദെയർ വോട്ട്, അതായത് വോട്ട് ചെയ്ത് കഴിഞ്ഞു ആ വോട്ട് ചെയ്തയാൾക്ക് ആ ഒരു വോട്ട് ഒന്നുകൂടി ഒന്ന് എണ്ണണം എന്ന് വിചാരിക്കുക, അത് ചെയ്യാൻ സാധിക്കുമോ? പറ്റുമോ അല്ലേ? അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതായത് ഡബിൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു എലക്ഷന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്, അല്ലെങ്കിൽ ക്ലിയർ ആക്യുറേറ്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് കാണിക്കാനായിട്ടാണ് VVPAT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അതായത് EVMൽ വോട്ടർ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പേപ്പർ സ്ലിപ്പ് കാണിക്കും. അതായത് എന്താണ് ആ ഒരു ചൂസൺ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണുള്ളത് അല്ലേ. അതായത് നമ്മൾ ആരെയാണോ ചൂസ് ചെയ്ത് നമ്മൾ ബട്ടണിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ശബ്ദം കേൾക്കും. അപ്പം അവിടെ ഒരു പേപ്പർ സ്ലിപ്പ് വരും. അതിൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ആ ഒരു പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ചെയ്ത് കൃത്യം ആൾക്കാണോ, നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു വോട്ടർ വെരിഫിക്കേഷനും കൂടിയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് നേരത്തേന് മാത്രമേ നമുക്ക് വിസിബിൾ ആയി കാണത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഇത് നമുക്കൊരു റീഅഷുറൻസ് തരും അല്ലെ, എന്താണ് വോട്ടൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണ്, ട്രാൻസ്പെറന്റ് ആണ്.
ആക്യുറേറ്റ് ആണെന്നൊക്കെ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അങ്ങനെ ഈ ഒരു വി വി പാറ്റ് കൊണ്ട് എന്താ സംഭവിച്ചത്, എലക്ഷനൊക്കെ നല്ല രീതിയിൽ വിശ്വാസത്തോടെ നടക്കുന്നുണ്ടെന്നും എലക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും ട്രാൻസ്പെറന്റ് ആണെന്നും ആക്യുറേറ്റ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുവഴി ഡെമോക്രസി ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ട്രാൻസ്പെറന്റ് ആണ്, അവിടെ വേറെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ഒരു എലക്ഷൻ ത്രൂ ഡെമോക്രസി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വി വി പാറ്റിൽ കൂടെ. പക്ഷേ എലക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും അതിനൊരു ലീഗൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും കൂടെ വേണ്ടേ. നമ്മളിപ്പം ടെക്നോളജീസ് കൊണ്ടുവന്നു, അത് വെച്ച് നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നൊക്കെ അറിയാം. അതുപോലത്തെ കുറെ പിന്നെ ഇതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞാല് എങ്ങനെയൊക്കെ വന്നാലും ലീഗലായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണത്തില്ലേ. യെസ്, അപ്പൊ നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾസ് ആക്ട്. നമുക്ക് മെയിൻലി ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ബന്ധപ്പെട്ട് മെയിൻലി 2 ആക്ട് ആണ് ഉള്ളത്. അതിൽ ആദ്യം വരുന്ന ആക്ട് എന്താന്ന് വെച്ചാല് ഇപ്പം ആദ്യം വരുന്ന ആക്ട്, നമുക്ക് ആ ഒരു ആക്ടിലൂടെ കടക്കുന്നതിന് മുന്നേ ആയിട്ടേ നമുക്ക് പറയാൻ സാധിക്കും ഈ 2 ലോസ് എന്ന് പറഞ്ഞാല് ഇന്ത്യയിലുള്ള എലക്ഷൻ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Two important laws that guides elections in India. അതിൽ ആദ്യം വരുന്ന ഏതാണ്, നമ്മുടെ 1950 ആക്ട് ആണ് അല്ലേ. അതായത് 1950 ആക്ട് ആണ് ആദ്യം വരുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് 1951. അല്ല 1950. അതിലെന്താ പറയുന്നത്, കോൺസ്റ്റിറ്റ്യുവൻസി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ വോട്ടേഴ്സ് റൂൾസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വോട്ടർ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ 1950 ആക്ടിൽ പറയണത്. 1951 ആക്ടിൽ എന്തൊക്കെയാ പറയുന്നത്, അതായത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് 1951 ആക്ടിൽ എന്താണ് പറയുന്നത്, എലക്ഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ എലിജിബിലിറ്റി എന്താണ്, അതുപോലെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ 2 ആക്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ ഇലക്ടോറൽ സിസ്റ്റത്തിനുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ അത് മാറ്റാനായിട്ട് ഇതൊരു ലീഗൽ ഫ്രെയിംവർക്കിൽ കൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. സോ ഇനി നമുക്ക് ഇന്ത്യ ഈ വോട്ടേഴ്സിനെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. എല്ലാ വർഷവും നമ്മള് 25 ജാനുവരിയിലാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, 1950 ഈ 25 ജാനുവരിയിലാണ് ഈ ഒരു ECI എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 2011 തൊട്ടാണ്. എന്തുകൊണ്ടാണ്, യങ് പീപ്പിളിനെ ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ അവർ ഇലക്ഷനിൽ പങ്കെടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ ഇലക്ഷനിൽ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് കൊണ്ടുവരാനുള്ള പ്രധാന കാരണം. ഇനി നമുക്ക് ഈ ഒരു 2025 തീം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 2025 ഈ ഒരു നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപവറിംഗ് വോട്ടേഴ്സ് സ്ട്രെങ്തനിങ് ഡെമോക്രസി ആണ്. അതായത് വോട്ടേഴ്സിനെ എംപവർ ചെയ്യുന്നത് വരെ നമുക്ക് ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡെമോക്രസിയുടെ പവർ കുറച്ചുകൂടെ കൂടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർക്കണേ, 18 വയസ്സാകുമ്പോഴത്തേനും
വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റ് മാത്രമല്ല, പക്ഷെ നിങ്ങളുടെ ശബ്ദം കൂടെയാണ്. അതായത് ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം ഉപയോഗിക്കാം എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് നിങ്ങൾക്ക് 18 വയസ്സ് ആകുമ്പോഴത്തേനും. അല്ലാതെ വോട്ടേഴ്സ് ഐ ഡി പെട്ടെന്ന് റെഡിയാക്കി വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിലുപരി എങ്ങനെ നമുക്ക് നമ്മുടെ വോയിസ് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത്ര നേരം നമ്മൾ നോക്കിയത് നാഷണൽ ലെവൽ തൊട്ട് ലോക്കൽ ലെവൽ വരെയുള്ള ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു പ്രൊസീജിയേഴ്സും രീതികളും ഒക്കെ ആയിരുന്നു അല്ലേ. ഇനി നമുക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലോട്ട് വിട്ടാലോ. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരെണ്ണത്തിൽ പറഞ്ഞായിരുന്നു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലും ഉണ്ടെന്നുള്ളത് അല്ലെ. അതായത് പാർലമെന്റ് തൊട്ട് ലോക്കൽ ബോഡി വരെ നമ്മൾ ഇലക്ഷൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ലോക്കൽ ബോഡീസ് നോക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് എന്താണെന്ന് നോക്കിയാലോ. ഇത് ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിനും ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് ഫോം ചെയ്തിരിക്കുന്നത് 73 ആൻഡ് 74 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ്. കേരളത്തിൽ ഇത് എന്നാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്നാണ് ഫോം ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1993 ഡിസംബർ 3 പിന്നെ നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു SEC ആണ് ലോക്കൽ ബോഡീസിലേക്കുള്ള, അതായത് പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റീസിന്റെ ഒക്കെ ഇലക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് SEC ആണ്. അതുപോലെ ഈ ഒരു ECIയും SECയും ഒരുമിച്ച് ചേരുമ്പോഴത്തേനും നമുക്ക് ഡെമോക്രസിനെ നമുക്ക് എല്ലാ ലെവലിലേക്കും എത്തിക്കാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റും. അതായത് ചെറിയൊരു വില്ലേജ് തൊട്ട് വലിയൊരു സിറ്റി വരെ നമുക്ക് ഈ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ എലക്ഷൻ ഫെയർ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ് ഡെമോക്രസിനെ ഓവറോൾ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കിയാലോ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ ആണോ നടക്കുന്നത്, എല്ലാ സിറ്റിസൺസിനും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ വോട്ടേഴ്സിന് അവയർനെസ് കൊടുക്കുന്നുണ്ടോ, അക്കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡെമോക്രസിയിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ പബ്ലിക് ട്രസ്റ്റ് ക്രീപ്പ് ചെയ്യുന്നുണ്ടോ, ട്രാൻസ്പെറന്റ് ആണോ, അക്കൗണ്ടബിൾ ആണോ, ക്ലിയർ കട്ട് ആണോ എന്നുള്ളതൊക്കെ നോക്കണം. അതുപോലെ തന്നെ നമ്മള് വിമനെയും യൂത്തിനെയും അതുപോലെ മാർജിനലൈസ്ഡ് ആൾക്കാരെ, അതായത് ലോകത്തിലുള്ള 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യണം. എന്തിനാണ്? നമ്മുടെ ഡെമോക്രസി ഇൻക്ലൂസീവ് ആണെന്ന് കാണിക്കാൻ. whoever the person be, if that person is 18 years old or he become 18 years, then he is eligible for voting, whatever be his condition or whatever be, if it's a woman, it's a youth, അല്ലെങ്കിൽ it's a marginalized group, that doesn't matter. അതിൽ only പറയുന്നത് എന്താണ്? The democracy is more exclusive. ഡെമോക്രസി ഇൻക്ലൂസീവ് ആണ്, ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല, എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ഡെമോക്രസിക്ക് അല്ലെങ്കിൽ ഈ ഒരു എലക്ഷന് നമ്മൾ ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ചെറുതായിട്ട് ഒരു ചലഞ്ചസും കാണത്തില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കോയിൻ നോക്കുകയാണെങ്കിൽ കോയിന് 2 വശങ്ങളുണ്ടല്ലേ, ഹെഡും ടെയിലും. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും. ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അതിന് ചെറുതായിട്ട് ഒരു 1-2 ദൂഷ്യഫലങ്ങളെങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പൊ നമുക്ക് ഈ ECI ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വരെ ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് ഇലക്ടോറൽ വയലൻസ് ആണ് വരുന്നത്. പിന്നെ മിസ്യൂസ് ഓഫ് മണി, അതായത് നമ്മൾ ഇലക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് കാണിക്കുക അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുക, മണി നമ്മൾ മിസ്യൂസ് ചെയ്യുക, പിന്നെ മസിൽ പവർ വെച്ച കാര്യങ്ങളൊക്കെ നേടാം എന്നൊരു ഇത് മനസ്സിൽ കൊണ്ടുവരിക, ഫേക്ക് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അർബൻ ഏരിയാസിലൊക്കെ
വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ടും കുറയുക, പിന്നെ പൊളിറ്റിക്കൽ പ്രഷർ കാരണം ന്യൂട്രാലിറ്റിയിലേക്ക് പോകുക എന്നുള്ളതും ഒരു വലിയൊരു കാര്യമാണ്. അപ്പം ഈ ഒരു ചലഞ്ചസിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നോളജിയെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ഈ ഒരു നമ്മൾ എങ്ങനെ ഒരു എല്ലാ സിറ്റിസൺസിനും നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടു എന്നുള്ള കാര്യത്തിലും ഒരു അവയർനെസ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ആ ഒരു അവയർനെസ് അത്യാവശ്യമായിട്ടും വേണ്ടതാണ്. അതായത് നമ്മൾ എല്ലാ സിറ്റിസന്റെ സഹകരണം വേണമെന്ന് പറയുമ്പോഴത്തേനും 18 വയസ്സെന്ന് പറയുന്നത് ആർക്കാണ്? യൂത്തിനാണ് അല്ലെ. അപ്പൊ യൂത്തിനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ സഹായിക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 18 വയസ്സാകുമ്പോഴത്തേനും നിങ്ങളാണ് ഇതിന് മുന്നിട്ടിറങ്ങി എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ടോ, ഈ ടെക്നോളജി ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു ചലഞ്ചസ് ഇല്ലാതെ എലക്ഷൻ നല്ല രീതിയിൽ നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ്. അപ്പം ഈ നമ്മളിപ്പോൾ ടെക്നോളജിയുടെ കാര്യം സംസാരിച്ചല്ലേ, അതായത് നമ്മൾ EVM-നെ കുറിച്ചും VVPAT-നെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. അപ്പം ഈ ഒരു ടെക്നോളജിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നെന്നും കൂടെ നമുക്കൊന്ന് നോക്കണ്ടേ. അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് റിമോട്ട് വോട്ടിംഗ് പ്രോട്ടോടൈപ്സ് ഫോർ മൈഗ്രന്റ് വർക്കേഴ്സ്. അതായത് ഇപ്പം നാട്ടിലല്ല വർക്കേഴ്സ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്, കേരളത്തിലുള്ള ഒരാൾ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഹോം സ്റ്റേറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഹോം സ്റ്റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്? കേരള. അല്ല, നമ്മുടെ വീട് എവിടെയാണോ ആ സ്ഥലമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ വീട് എവിടെയാണ്? കേരള. അപ്പം ഹോം സ്റ്റേറ്റിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ്. പക്ഷെ ഇലക്ഷന്റെ സമയത്ത് അവർക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അങ്ങനത്തെ കണ്ടീഷനിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പം ഉണ്ട്. അതാണ് അവർ വോട്ട് എവർ ബി ദെയർ ഏരിയ, അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ആരുടെയും വോട്ട് നമ്മൾ പാഴാക്കി കളയുന്നില്ല, എല്ലാവരുടെയും വോട്ട് നമുക്ക് വേണ്ടതാണ് എന്ന് കാണിക്കാനായിട്ട് കേട്ടോ ഇത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ AI ഡ്രിവൺ പ്ലാറ്റ്ഫോംസിൽ കൂടെയും, അതായത് AI പ്ലാറ്റ്ഫോമിൽ കൂടെയും ഒരു ഡിജിറ്റൽ വോട്ടർ അവയർനെസ് നടത്താനായിട്ട് നമുക്ക് സാധിക്കും. അതായത് സിറ്റിസൺസിനെ നമുക്ക് ഈ ഒരു വോട്ടിംഗ് റൈറ്റ്സ് ഓൺലൈനിൽ കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ ഒന്ന് അവെയർ ആക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്ത്യയുടെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എപ്പോഴും അഡാപ്റ്റബിൾ ആണ് അല്ലെ. അതായത് ടൈം നോക്കി അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്മാർട്ടർ, സ്ട്രോങ്ങർ ആണ്, അതുപോലെ ഇൻക്ലൂസീവ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറുതായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡെമോക്രസിനെ സേഫ് ഗാർഡ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലേ. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എലക്ഷൻ കണ്ടക്ട് ചെയ്തും അതുപോലെ ഫെയർ ആണെന്നുള്ള ഫെയർനെസ്സോടെയാണ് ഇത് ചെയ്യുന്നതെന്നും ടെക്നോളജീസ് വെച്ച്, അതായത് EVM-ഉം VVPAT-ഉം ഒക്കെ യൂസ് ചെയ്തും അതുപോലെ അവയർനെസ് ഒക്കെ സ്പ്രെഡ് ചെയ്തും നമുക്ക് ഡെമോക്രസിനെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ നമ്മൾ പിന്നെന്താ പഠിച്ചത്? നാഷണൽ ലെവൽ തൊട്ട് നാഷണൽ ECI തൊട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വരെ നമ്മുടെ ഡെമോക്രസി ഒരു വലിയൊരു പങ്കാണ് വഹിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ. അതായത് ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റിസൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിലൊരു പവർ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുക എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ സമയം വരുമ്പോഴത്തേനും വെൻ അവർ ടൈം കംസ്, അല്ലെങ്കിൽ വെൻ യുവർ ടൈം കംസ്, ഡോണ്ട് ഫോർഗെറ്റ് യുവർ വോട്ട് ഈസ് യുവർ പവർ. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പവറാണ്, നമ്മുടെ ശക്തിയാണെന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം ഓർക്കണം. അപ്പം
ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ മക്കളെ, താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് രേഷ്മ ആൻഡ് തോമസ് സൈനിങ് ഓഫ്. സോ സ്റ്റേ ക്യൂരിയസ് ആൻഡ് സ്റ്റേ റെസ്പോൺസിബിൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സ്കൂളിൽ ലേണിംഗ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്, മറ്റൊരു കുട്ടി ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. സോ ബൈ.